അഞ്ജിത, വടകര പോലെ തന്നെ വളരെ വൈകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഒരു മണ്ഡലമാണ് വയനാട്. ടി സിദ്ദിഖ് അദ്ദേഹവും പ്രചാരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണ നടപടികളൊക്കെ ഏതാണ്ട് ആദ്യഘട്ട പ്രചാരണം വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ ഇന്നലെയാണ് തുടങ്ങിയത്. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ വസന്തകുമാറിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി PP സുനീർ അതിന്റെ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു മത്സരം തന്നെ അവിടെയും പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിലെ മൊത്തത്തിലൊരു അവസ്ഥ നോക്കുമ്പോൾ UDFന് വളരെ അനുകൂലമായ സാഹചര്യമുള്ള മണ്ഡലമാണ് വയനാട്. UDFന് പ്രചാരണത്തിൽ അല്പം പുറകിലായി പോയെങ്കിലും കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നതോടുകൂടി ആ പ്രചാരണത്തിലെ മേൽക്കോയ്മ മറികടക്കാനുള്ള ഒരു ശ്രമം കൂടി UDF നടത്തി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ആദ്യമായാണ് ജില്ലയിലെത്തിയത്. കാലത്ത് 10:30 തൃക്കൈപ്പറ്റ മുക്കംകുന്നിലെത്തി ജവാൻ VV വസന്തകുമാറിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. വസന്തകുമാറിന്റെ തറവാട്ടു വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ച ശേഷം കൽപ്പറ്റയിലെ DCC ഓഫീസിലേക്ക് പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്തതായും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും സിദ്ദീഖ് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായി ഞങ്ങൾ ഫിനിഷ് ചെയ്യും. DCCയിൽ ജില്ലാ നേതൃത്വവുമായുള്ള സൗഹൃദ ചർച്ചകൾക്ക് ശേഷം മുട്ടിൽ യത്തീംഖാനയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വൈകിട്ട് 6 മണിയോടെ കൽപ്പറ്റ ടൗണിൽ നടന്ന റോഡ് ഷോയോടെയാണ് ആദ്യ ദിനം വയനാട്ടിലെ പ്രചരണ പരിപാടികൾ അവസാനിച്ചത്. നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി PP സുനീറും കൽപ്പറ്റയിലും പരിസരങ്ങളിലുമാണ് പര്യടനം നടത്തിയത്. കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെ കണ്ടും ചുണ്ടേൽ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളെ കണ്ടും സുനീർ വോട്ട് അഭ്യർത്ഥിച്ചു. ഇന്ന് മുക്കത്ത് നടക്കുന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ മണ്ഡലത്തിൽ ഇരു മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമാകും. മീഡിയ 1 വയനാട്.